സംഭവം നടക്കുന്നത് ഞാൻ 12th പഠിക്കുമ്പോഴാണ്. 12th ബോർഡ് എക്സാം, അതും മാത്സ് എക്സാം. ഞാൻ പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരു മിസ്റ്റേക്ക് കാണിച്ചു. എന്താണെന്ന് അറിയോ, രാത്രി 3:30 വരെയൊക്കെ ഇരുന്ന് പഠിച്ചു. എന്നിട്ടോ പിറ്റേ ദിവസം എക്സാമുകൾ കയറിയപ്പോൾ മാം ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് മുന്നേ തന്നെ ഞാൻ വോമിറ്റ് ചെയ്ത് ഫുൾ കൊളായി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഹെൽത്ത് നമ്മൾ ടൈം മാനേജ്മെൻറ്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം. ഹായ് ഓൾ, ഞാൻ ഷില്ല തോമസ്, GMC കോഴിക്കോട് 3rd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഈ 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണോ നിങ്ങൾ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റി സംസാരിക്കേണ്ട ഒരു ആപ്പ് ടൈം അല്ലേ, കാരണം ഇനി ഒരു 225 ഡേയ്സ് ഒക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ NEET 2026 ജേർണി അവസാനിക്കാൻ. അപ്പോൾ എന്തായാലും ടൈം മാനേജ്മെൻറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന ടൈം ആയല്ലേ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചാലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 5-6 ഹെഡിങ്ങുകളിൽ നമുക്ക് പറയാം കേട്ടോ. നമുക്ക് ഈ വീഡിയോ അങ്ങനെ ആക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, മൈക്രോ ഷെഡ്യൂൾസ് ഉണ്ടാക്കുക. അതായത് 6 മാസം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോകും, അല്ലെ 1 മാസത്തെ എൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണ്. ഞാൻ രാവിലെ എണീക്കുന്നു, ഞാൻ രാവിലെ പഠിക്കാനിരിക്കുന്നു, ഉച്ചയ്ക്ക് കുറച്ച് സമയം കിടന്ന് ഉറങ്ങുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പഠിക്കുന്നു. അങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതിന് പകരം മൈക്രോ ഷെഡ്യൂൾസ് ഉണ്ടാക്കുക. ഓക്കെ, ഈ 1 വീക്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോവാം. ഈ 1 വീക്കിൽ രാവിലെ ഞാൻ എണീക്കണു, ഫസ്റ്റ് ബയോളജി വായിക്കണു, അല്ലെ കുറച്ച് സമയം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് വീഡിയോ ക്ലാസ്സസ് കാണുന്നു, അത് ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. ആ ഒരു ലെവലിൽ നമുക്ക് ഫോളോ ചെയ്ത് മൈക്രോ ഷെഡ്യൂൾസ് ഉണ്ടാക്കാം. രണ്ടാമത്തെ കാര്യമാണെന്ത്, സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുക, റാൻഡംലി അല്ല. എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുക? നീറ്റിൻ്റെ സിലബസ് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരുപാടുണ്ട്, നല്ല വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബിഗ് ഷോർട്സിനെ പിടിക്കുക, വലിയ ചാപ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണല്ലേ, പകരം EMI പോലത്തെ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ റേപ്റ്റിക്സ് പോലത്തെ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഇൻഹെറിറ്റൻസ് ബയോളജിയിലെ ചാപ്റ്റേഴ്സ്, ഇങ്ങനത്തെ ചാപ്റ്റേഴ്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് കുറച്ചുകൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് വേണ്ടതായ ടൈം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി ടൈം എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക? ഈ ബിഗ് ഷോർട്സിന് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, ഈ മൈക്രോ ഷെഡ്യൂൾസും സ്ട്രാറ്റജിയിൽ പ്ലാൻ ചെയ്യുന്നതും കൂടാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. നമുക്ക് നന്നായിട്ട് നല്ല ഹെൽത്തിനുള്ള മൈൻഡിലും ബോഡിയിലും നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും, അതായത് നമ്മുടെ പഠിത്തം നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ എന്ത് ഉറപ്പ് വരുത്തുക? നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, നന്നായിട്ട് ഉറങ്ങുക. ടൈം മാനേജ്മെൻറ്റിൽ ഒട്ടുമിക്ക കുട്ടികൾ ചെയ്യുന്നൊരു പ്രശ്നമാണ്, 5-6 മണിക്കൂർ ഉറങ്ങേണ്ട സമയത്ത് അവർ ആകെ ഉറങ്ങുന്നത് ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ ആയിരിക്കും, ബാക്കി ടൈമൊക്കെ ഫുൾ പഠിത്തമായിരിക്കും. അത് അവോയ്ഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 6 hours കണ്ടിന്യൂസ് ഉറങ്ങുക, ബാക്കിയുള്ള ടൈമിൽ നമ്മൾ പഠിച്ചാൽ മതി. അങ്ങനെ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കം ഇതല്ല നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഉറക്കം കളഞ്ഞിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. ഉറക്കം കളഞ്ഞിട്ട് പഠിച്ചാൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് ഒരിക്കലും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്താ പറയുക, റിവ്യൂ ചെയ്യണം. നമ്മളെ ഒരു 1 വീക്ക് ഒക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എങ്ങനെയുണ്ട്, എൻ്റെ പ്ലാൻ ശരിയാണോ, എഫേർട്സ് ഇടുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എൻ്റെ മാർക്സ് കൂടുന്നുണ്ടോ, എൻ്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കൂടുന്നുണ്ടോ, അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക. ആൻഡ് ദ 5th തിങ് ഈസ് റിവൈസ് ചെയ്യുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നമ്മൾ പഠിക്കണ സാധനങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ളതുകൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ. അതായത് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ആ സാധനങ്ങൾ, വീക്ക് പോയിന്റ്സ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ടൊരു 3 days കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 7 days കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇതൊന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ നമ്മളിതൊന്ന് റിവൈസ് ചെയ്യുക. ഇപ്പോൾ പഠിച്ചതിൽ എന്തൊക്കെ പോർഷൻസ് എനിക്ക് ടഫായിരുന്നോ ആ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്യുമ്പോൾ എന്തിനൊക്കെ മാനേജ് ചെയ്യണം? ബിഗ് ഷോർട്സിന് കൂടുതൽ ടൈം കൊടുക്കുക, ചെറിയ ചാപ്റ്റേഴ്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പകരം അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് 3rd തിങ് നമ്മൾ എന്താ പറഞ്ഞത്, മൈക്രോ ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുക, റിവൈസ് ചെയ്യുക, നല്ല ഹെൽത്ത് കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു കഥ പറയാം. ഒരു ടീച്ചർ ഒരിക്കൽ കുറച്ച് കുട്ടികളോട് പറഞ്ഞു, ഒരു ജാറിൽ ഫുൾ കല്ലിട്ടിട്ട് ഒരു ഏകദേശം ഫുള്ള് നിറച്ചിട്ട് പറഞ്ഞു, ഇത് ഫുള്ളായെന്ന് ചോദിച്ചു, ഈ ജാറ് ഫുള്ളായെന്ന് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു യെസ്, ജാറ് ഫുള്ളായല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ടീച്ചർ കുറച്ച് മണലിട്ടു അതിൽ. അപ്പോൾ എന്നിട്ട് ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, ഇപ്പോൾ അത് ഫില്ലായോ ചോദിച്ചു. അപ്പോഴും കുട്ടികൾ പറഞ്ഞു യെസ്, അപ്പോഴും ഫില്ലായി. അതിന് ശേഷം ആ ടീച്ചർ എന്ത് ചെയ്തെന്ന് പറയുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ആ മണലെല്ലാം അലിഞ്ഞു. അപ്പോൾ അതിൽ വെള്ളവും കൊണ്ടു. ഇതുപോലെയാണ് നമ്മുടെ ലൈഫും ഈ ടൈം മാനേജ്മെൻറ്റ് ഫോർ NEET 2026. അതായത് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. നമ്മുടെ വലിയ ടാസ്കുകളെ പറ്റി നമ്മൾ ചിന്തിക്കുക. ആ ടാസ്കുകൾ ആദ്യം ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യുക, ചെറിയ കാര്യങ്ങൾക്ക് ടൈം കൊടുക്കുക. ആലോചിച്ച് നോക്ക്, തിരിച്ചാലോചിച്ച് നോക്ക്. ആ സാൻഡും വെള്ളവും നമ്മൾ ഫുൾ നിറച്ചിരുന്നെങ്കിൽ ഇതിൽ പിന്നെ റോക്സ് ഇടാൻ സ്ഥലം കിട്ടുമായിരുന്നു? ഇല്ല. ആ വലിയ കല്ലുകൾക്ക് പിന്നെ സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അതുപോലെയാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ വലിയ ചാപ്റ്റേഴ്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കി ചാപ്റ്റേഴ്സിന് നമ്മൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? ഒരു കഥ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും 3 Idiots മൂവി കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ കണ്ടിട്ടുണ്ടല്ലോ,
അമീർ ഖാൻ എന്താ ചെയ്യാറ്? അമീർ ഖാൻ രാത്രി എക്സാമിൻ്റെ തലേന്നൊക്കെ നന്നായി കിടന്നുറങ്ങും. എക്സാം തലേന്ന് നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് എക്സാമിന് നല്ല മാർക്സും സ്കോർ ചെയ്യും അല്ലേ? പക്ഷെ ബാക്കിയുള്ളവർ ഉറങ്ങേ ഇല്ല, എക്സാമിനൊട്ട് സ്കോറും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താ? നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണം. എത്ര ടൈം മാനേജ്മെൻറ്റ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സ്ലീപ്പിനും എല്ലാത്തിനും ഒരു ടൈം അലോട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ നമ്മുടെ പഠിത്തത്തിലും കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.